പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക. 2019 ഞങ്ങൾക്കൊരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ LDFന്. പക്ഷേ 2021 ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ വീണ്ടും വന്നത്. ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിലച്ചു പോകരുതെന്നാണ്. അതിനാണ് LDFനെ മൂന്നാമതും തിരഞ്ഞെടുക്കുക. 2 തരം പ്രചരണമല്ലേ നടക്കുന്നത്. ഒന്ന്, പിണറായി വിജയൻ മതന്യൂനപക്ഷത്തെ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രചരണത്തിൻ്റെ ഒപ്പത്തിനൊപ്പമല്ലേ കേന്ദ്രത്തിലെ ഭൂരിപക്ഷ മത ഇതുമായിട്ട് കോംപ്രമൈസ്. ഇതെങ്ങനെ നടക്കുക? ടീച്ചർ ചിലപ്പോൾ നല്ല ആളായിരിക്കും, പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ പല നടപടികളും BJPക്ക് കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ നേരിടും? 5000 രൂപ നമ്മൾ മുടക്കിയോണ്ടല്ലേ വിഴിഞ്ഞം പോർട്ട് ഉണ്ടായത്. 5400 കോടി മുടക്കിയത് കൊണ്ടല്ലേ നാഷണൽ ഹൈവേ ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ നിൽക്കില്ലേ? മുടങ്ങിയതായിരുന്നല്ലോ, അതാണ് ഇട്ടേച്ച് പോയതല്ലേ വിഴിഞ്ഞം പോർട്ട്. ഒരു എക്കോ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ടൂറിസം പദ്ധതി തുടങ്ങി, എക്കോ ടൂറിസം. ഫസ്റ്റ് ഫേസ് ഏകദേശമായി, സെക്കൻഡ് ഫേസിലേക്ക് കടന്നു. അതിനേക്കാൾ 100% സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഈ പേരാവൂര്. MLA എന്നുള്ള നിലയിൽ നമുക്കൊരു മുൻകൈ ഉണ്ടാവണം. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട സ്ത്രീകൾ, അവരെന്തൊരാഹ്ലാദത്തിലാണെന്ന് ആലോചിക്കൂ. 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ട 1-2 കാര്യങ്ങൾ മേടിക്കാം. ഇതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടി. അത് നമ്മൾ കുറച്ചും കൂടി വിപുലമാക്കും. മുഴുവൻ സോഷ്യലിസത്തിലേക്ക് നീക്കാൻ നമുക്ക് അതിന് പരിമിതിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടും സോഷ്യലിസ്റ്റ് മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനം ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. ആരെങ്കിലും അവകാശിയാണെങ്കിൽ അത് EK നായനാരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പോയത്. ഇനി അടുത്ത തവണ ഒന്ന് മാറട്ടെ എന്ന് ജനം ചിന്തിച്ചപ്പോൾ UDF വന്നപ്പോൾ മുഴുവൻ സ്റ്റോപ്പാക്കി. വിമാനത്താവളത്തിൻ്റെ ഓഫീസ് പോലും അടച്ചുപൂട്ടി. എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ടാണ് LDF ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. അപ്പോൾ അത് ജനങ്ങൾ കാണുന്നില്ലേ? അല്ല, 5 വർഷം ഇവർക്ക്, 5 വർഷം അവർക്കെന്ന് ചിന്തിക്കരുത്. നമ്മൾ ചെയ്തു വന്നിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. അത് തുടരണം. ടീച്ചർ നമസ്കാരം. ടീച്ചർ പഴയ നിയോജക മണ്ഡലത്തിലേക്ക് എത്തി, പരിപാടികൾ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? പഴയ ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയോ? എൻ്റെ അവിടുത്തെ എല്ലാവരും, പാർട്ടി പ്രവർത്തകരും അനുഭാവികളും മുന്നണി പ്രവർത്തകരും ഒക്കെ വലിയ ആവേശത്തിലാണ്. ഞാനവിടെ ചെന്നപ്പോൾ അവർക്ക് വലിയ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യവും ടീച്ചർ ഇങ്ങോട്ട് വന്നെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അവർ. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ല ആവേശത്തിലാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കീഴ് കമ്മിറ്റികളൊക്കെ പ്രവർത്തിക്കുകയാണ്. ടീച്ചർ വീടുകളിലൊക്കെ കയറി തരുന്നില്ല, സ്ഥാപനങ്ങളിലൊക്കെ കയറുന്നതായിട്ട് കണ്ടു. ആൾക്കാരുടെയൊക്കെ റെക്കഗ്നീഷൻ, അവരുടെ ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അതെല്ലാം സ്വാഭാവികമായിട്ടും നല്ല പ്രതികരണമാണ്. നല്ല ഒരു ടീച്ചർ വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട് ആളുകൾ. വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിക്കും, സന്തോഷം മാത്രം പോരല്ലോ, ഒരു വോട്ട് വേണ്ടേ എന്ന് പറയുമ്പം പലതരത്തിലുള്ള പ്രതികരണമാണല്ലോ വരിക. പലരും പറയും ടീച്ചർ ഇപ്രാവശ്യം ടീച്ചറിന് വോട്ട് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം ചെയ്യുമെന്ന് പറയുമ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ. ചിലർ പറയും ഞങ്ങളത് തന്നെയല്ലേ, എപ്പോഴും അതിന് തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് പറയും. എന്തായാലും പൊതുവെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം. വടകര കണ്ടത് ഇതുപോലെ തന്നെ ടീച്ചർക്ക് വലിയ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ടീച്ചർ ചെല്ലുന്നിടത്തൊക്കെ യു മെയ്ഡ് എ ഡിഫറൻസ്. പക്ഷേ ഇത് നമ്മൾ വോട്ടിൻ്റെ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു പൊളിറ്റിക്സ് മാത്രം ആയിരിക്കണം എന്നില്ല പലപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത്തരം ഒരു ത്രെട്ട് മട്ടന്നൂർ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ കാണുന്നുണ്ട്. അതായത് പുറമേ പ്രോ ലെഫ്റ്റ് അല്ലെങ്കിൽ ടീച്ചറുടെ താല്പര്യം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 99% മലയാളികൾക്കും ടീച്ചറുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണമെന്നില്ല. പക്ഷെ മറ്റ് ചില ഫാക്ടേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യാം. ഇപ്പോൾ നാഷണൽ പൊളിറ്റിക്സിലുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതേ ഫാക്ടേഴ്സ് തന്നെ ആയിരിക്കണമെന്നില്ല നിയമസഭയിലും. അത്തരം ചില ഫാക്ടേഴ്സ് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ? അത് ഈ ആക്സെപ്റ്റൻസ് വോട്ടായിട്ട് മാറുമോ? ടീച്ചർ എന്താ എൻ്റെ ഒരു അതായത് ഈ ഇലക്ഷനിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക. അതിനിപ്പോൾ 2019 ഞങ്ങൾക്കൊരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ LDFന്. പക്ഷേ 2021 ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ വീണ്ടും വന്നത്. അപ്പോൾ പാർലമെൻറ്റിലെ പാറ്റേണേ അല്ല അസംബ്ലിയിൽ ഉണ്ടായത്. അതുപോലെ തന്നെ 2024 ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സീറ്റേ ഉള്ളൂ. വലിയൊരു പരാജയമാണ് ഉണ്ടായത്. ആ പരാജയത്തിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം അതേ പാറ്റേണിലാവണമെന്നില്ല. അപ്പോൾ ഇതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പൊതുവേ BJPയുടെ ഭരണം അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആളുകൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് അവിടെ മന്ത്രിസഭ രൂപീകരിക്കുക എന്ന പ്രചരണത്തിൽ വിശ്വസിക്കുകയാണ്. കോൺഗ്രസ് അത് നന്നായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് കൂടുതൽ സീറ്റുള്ള പാർട്ടിയെ പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരണം, അതുകൊണ്ട് കോൺഗ്രസ്സിന് പാർലമെൻറ്റിലേക്ക് സീറ്റ്, ഇതാണ് പറയുന്നത്.
ഇടതുപക്ഷം പാർലമെൻറ്റിൽ വന്നാൽ അവിടെ പാർലമെൻറ്റ് മെമ്പർ ആകാം, പക്ഷേ ഭരണത്തിലേക്ക് വരില്ലല്ലോ എന്നുള്ളൊരു പ്രചരണം നടത്തിയപ്പോൾ അതിൽ കുറേ പേര് വീണുപോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ വടകരയിൽ മത്സരിക്കുമ്പോഴും നല്ല പ്രതികരണമായിരുന്നു ആളുകൾക്ക്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇന്ന് ഈ നവമാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുകയാണല്ലോ. അന്ന് ഞങ്ങൾ നവമാധ്യമം അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ കുറേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിലൂടെ പോയിട്ടുള്ള കുറേ പ്രചരണങ്ങൾ, ഒന്ന് ടീച്ചറിന് ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചറിനെ പാർലമെൻറ്റിലേക്കല്ല അയക്കേണ്ടത്, ടീച്ചർ അസംബ്ലിയിലാണ് നിൽക്കേണ്ടത്. അന്ന് പ്രചരിപ്പിച്ച അതങ്ങനെയാണ്, ടീച്ചർ ഇവിടെ ഉണ്ടാവണം, കേരളത്തിൽ ഉണ്ടാവണം. ആ പ്രചരണത്തിൽ ചിലപ്പോൾ ഞങ്ങളുടെ അനുഭാവികളടക്കം ടീച്ചർ കേരളത്തിലുണ്ടായ തിരക്കേടില്ല എന്ന് വിശ്വസിച്ച കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ ഘടകങ്ങളാണ്. അങ്ങനെ വിവിധ ഘടകങ്ങൾ ചേർന്നാണ് പാർലമെൻറ്റിൽ പരാജയം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അതല്ല, ഇത് അസംബ്ലിയിലേക്കുള്ള മത്സരമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പാർട്ടിയും LDFും എല്ലാവരും ഈ അസംബ്ലിയിൽ ഞാനും കൂടി ഉണ്ടായിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ വിജയം, രണ്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മൂന്നാമതും പിണറായി സർക്കാർ, മൂന്നാമതും ഈ തുടരുന്ന പിണറായി സർക്കാരിൻ്റെ ആ പരിഷ്കാരങ്ങൾ മൂന്നാമത്തെ LDF ഭരണത്തിലും തുടരണം എന്നുള്ളതാണ്. അത് തുടരണം. അതുകൊണ്ടാണ് ഈ വികസനത്തിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ള പിണറായിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ജയിച്ചു വന്നാൽ സ്വാഭാവികമായും ഇപ്പോഴുള്ള ഈ മിഷനുകൾ, അതുപോലെ ക്ഷേമ പദ്ധതികൾ, വൻകിട പ്രോജക്റ്റുകൾ അതൊക്കെ തുടരും. അപ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിലച്ചു പോകരുതെന്നാണ്. അതിനാണ് LDFിനെ മൂന്നാമതും തിരഞ്ഞെടുക്കുക. അപ്പോൾ മൂന്നാമതും LDF കോമ്പൗണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ പേരാവൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് LDFിൻ്റെ ജനപ്രതിനിധിയായി ഞാനും കൂടി ജയിച്ചു വരണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് കരുതുന്നത്. അതാണ് പലരും എന്നെ കാണുമ്പോൾ ടീച്ചർ എന്തായാലും വേണം, ജയിച്ചു വരണം, ടീച്ചർ അടുത്ത ഈ LDFിൻ്റെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ നാട്ടുകാർ എന്നെ ജയിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടീച്ചർ പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും പറഞ്ഞു നിർത്തിയത് സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. CPM അതിൻ്റെ കോർ പൊളിറ്റിക്സിൽ കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ടെന്ന് ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഞാൻ വടകരയിൽ നടന്നത് ഇതാണ്. അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിന് ഒരു പ്രാധാന്യം കിട്ടുന്നത്. ഇപ്പം അങ്ങനെ ഒരു ക്യാമ്പയിൻ, അതായത് പിണറായി വിജയൻ CPM അതിൻ്റെ കോർ സെക്യുലർ പൊളിറ്റിക്സിൽ കോംപ്രമൈസ് വരുത്തിയിരിക്കുന്നു. ടീച്ചർ ചിലപ്പോൾ നല്ല ആളായിരിക്കും, പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ പല നടപടികളും BJPക്ക് കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അതിനെ നേരിടും? അത് തികച്ചും അങ്ങനെ വരില്ല എന്ന് ടീച്ചർക്ക് ഉറപ്പുണ്ടോ? അല്ല, അങ്ങനെ ഒരു പ്രചരണം വളരെ തെറ്റല്ലേ വരുന്നത്. ഒന്ന്, കോർ പൊളിറ്റിക്സിൽ എങ്ങനെയാണ് കോംപ്രമൈസ് വരുത്തുക? ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ആ പോളിസി എന്താ? ഇന്ത്യയും കേരളവും ഒരു മതേതര സമൂഹമായിട്ട് നിൽക്കണമെന്നാണ്. മതേതരത്വം നമ്മുടെ ഭരണഘടനയിലുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള മനോഭാവത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും എത്തിച്ചേരണ്ടേ. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മതത്തിനും ഭരണകാര്യങ്ങളിൽ അമിത പ്രാധാന്യം ഇല്ലാതിരിക്കുക. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെൻറ് തന്നെ ഇടപെടുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് തന്നെ. അപ്പോൾ അങ്ങനെ മാത്രമേ മതേതരത്വം സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ ആ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. രണ്ട് തരം പ്രചരണമല്ലേ നടക്കുന്നത്. ഒന്ന്, പിണറായി വിജയൻ മതന്യൂനപക്ഷത്തെ അമിതമായി പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രചരണത്തിൻ്റെ ഒപ്പത്തിനൊപ്പമല്ലേ ഈ പ്രചരണം. അതായത് കേന്ദ്രത്തിലെ ഭൂരിപക്ഷ മത ഇതുമായിട്ട് കോംപ്രമൈസ്. ഇതെങ്ങനെ നടക്കുക? ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരും ഇതെടുത്ത് പ്രചരിപ്പിക്കുക. ഇത് രണ്ടുമല്ല. ഞങ്ങൾക്ക് ആരോടും ഏത് മതത്തോടും വിരോധമില്ല, വിശ്വാസത്തോടും വിരോധമില്ല. ഞങ്ങളൊരു കാര്യമേ പറയുന്നുള്ളൂ, എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് നാട്ടിലെ പട്ടിണിയും കഷ്ടപ്പാടും മാറ്റാനും നാടിന് ആനുകാലികമായ വികസനം ഉണ്ടാക്കാനും ഒരുമിച്ച് നിൽക്കണം. അവിടെ മതസ്പർദ്ധ പാടില്ല. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഒരു കേരളം ഒരു മധ്യവർഗ സമൂഹമായി കഴിഞ്ഞപ്പം കാണുന്ന ഒരു ചേഞ്ച് ആകാമല്ലോ. ഇപ്പോൾ 2 പ്രാവശ്യം ഒരു സർക്കാർ ഭരിച്ചു, ഇനിയിപ്പോൾ ഒന്ന് UDF ഭരിക്കട്ടെ, അത് കഴിഞ്ഞ് അവർ മോശമാണെങ്കിൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം LDFനെ കൊണ്ടുവരാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് മനുഷ്യരെടുക്കുന്നുണ്ട്. അവരോട് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ചിന്തിക്കരുത്. കാരണം അത്തരമൊരു ചിന്ത കേരളം നടത്തിയത് കൊണ്ട് നമ്മൾ വികസന രംഗത്ത് വളരെ പിന്നോക്കായി പോയിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇവിടെ കണ്ണൂർ എയർപോർട്ട്, നേരത്തെ നായനാരുടെ കാലത്ത് കണ്ണൂരിലൊരു അന്താരാഷ്ട്ര വിമാനത്താവളം വേണം ഈ മലബാർ മേഖലയുടെ വികസനത്തിന് എന്ന് ആഗ്രഹിക്കുകയും, അന്ന് CM ഇബ്രാഹിം കേന്ദ്രമന്ത്രിയാണ്, അറിയാലോ, കർണാടകയിൽ നിന്ന് ജയിച്ചു വന്നിട്ട് അദ്ദേഹം.
അപ്പോൾ അദ്ദേഹത്തോട് തമാശക്ക് നായനാർ പറഞ്ഞു, നീ കേരളത്തിൻ്റെ പുതിയാപ്പിളിയല്ലേ, അപ്പോൾ ഇവിടെ അടുത്ത് നിർവേലിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടൊക്കെ. അപ്പോൾ എന്താ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ നായനാർക്ക് വേണ്ടത്? അപ്പോൾ പറഞ്ഞൊരു വിമാനത്താവളം വേണം. സീരിയസ് ആണോ? സീരിയസ് ആണ്. ഭൂമിയുണ്ടോ? ഉണ്ട്. അങ്ങനെ CM ഇബ്രാഹിം നായനാർ പറഞ്ഞതനുസരിച്ച് ഇവിടെ ഈ മൂർക്കൻ പറമ്പിൽ വന്ന് അവിടുത്തെ ഭൂമിയൊക്കെ അന്ന് സന്ദർശിച്ച് ഇവിടുത്തെ കുറേ തൽപര കക്ഷികളായിട്ടുള്ള നാട്ടുകാരും പോയി. എന്ന് വെച്ചാൽ തൽപരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വികസനം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന അന്നത്തെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ മാഷ് ഉണ്ടായിരുന്നു, PVK ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി ഈ ഭൂമിയെല്ലാം കണ്ട് അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ എന്തായാലും സാധിക്കും, ഞാൻ പെർമിഷൻ മേടിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഇവിടെ വിമാനത്താവളം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിന് പെർമിഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതേ ഇവിടെ പിന്നെ വിമാനത്താവളത്തിൻ്റെ തറക്കല്ലിടലിന് വന്നിട്ട് പ്രസംഗിക്കുമ്പം എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. സീമാബാബൻ പ്രസംഗിച്ചു, നായനാർ ഇങ്ങനെ ചോദിച്ചു, നീ ഇവിടുത്തെ പിയാപ്പിളയല്ലേ, എന്താണ് കൊണ്ടുത്തരിക എന്ന് ചോദിച്ചപ്പോൾ ഇതിനെ ആരെങ്കിലും അവകാശിയാണെങ്കിൽ അത് EK നായനാരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പോയത്. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങി. നോക്കൂ, ആ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് പിന്നെ അന്ന് ഞാനായിരുന്നു ഇവിടുത്തെ MLA, പേരാവൂർ MLA, പേരാവൂരിലായിരുന്നു ഇത്. ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു അത്. കാരണം ആരും തരില്ല ഭൂമി, ഇങ്ങ് കയറി പോകരുതെന്നാണ്. പക്ഷെ അന്ന് കോടിയേരി ആയിരുന്നു നമ്മുടെ പിന്നെ ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിന് ചാർജുള്ള മന്ത്രി, സഹകരണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കോടിയേരി. അപ്പോൾ കോടിയേരി എന്നെ ചുമതലപ്പെടുത്തി, നാട്ടുകാരെയെല്ലാം കണ്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഭൂമി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് പ്രതിഫലം കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞു ഒരു പാക്കേജ് ഉണ്ടാക്കണം. ശരി, നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു നല്ല പാക്കേജ്, ഇവിടെ അന്ന് ഭാസ്കര മാഷായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളൊരു നല്ല പാക്കേജ് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്തു. അന്നത്തെ T ബാലകൃഷ്ണനായിരുന്നു വ്യവസായ വകുപ്പ് സെക്രട്ടറി, ബാലകൃഷ്ണൻ പിള്ളയുടെ ഇദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ അദ്ദേഹം ഒരു മോഡൽ ഞങ്ങൾക്ക് തന്നു. അത് വെച്ചിട്ടൊരു പാക്കേജൊക്കെ പ്രിപ്പയർ ചെയ്തു. കോടിയേരിയുടെ അടുത്ത് പോയി. കോടിയേരി ആ പാക്കേജ് അതിനേക്കാൾ മെച്ചപ്പെടുത്തിയതാക്കി മാറ്റിയിട്ടാണ് അംഗീകരിച്ചത്. അപ്പോൾ കോടിയേരി എന്ന് പറഞ്ഞു, ഒരാൾ പോലും കണ്ണീരോടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ശ്രമകരമായി ഇടപെട്ടിട്ടാണ്. ഈവൺ ഈ അളക്കാൻ വരുമ്പോൾ ചിലപ്പോൾ കല്ലില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ മടങ്ങി പോവായിരുന്നു അടിക്കണ്ടേ. ഒരു തവണ ഞാൻ നേരിട്ട് അവിടെ വയനാട് ഈ കല്ലടിക്കുന്നിടത്ത് ചെന്നിട്ട് അവിടുത്തെ കോൺട്രാക്ടർ അത് ആർക്കോ പറഞ്ഞു വെച്ച കല്ലാണ് തരില്ല എന്ന് പറഞ്ഞ് അട്ടിയിട്ടത്. ഞാനെന്നിട്ട് ശാഠ്യം പിടിച്ചിട്ട് 2 ലോഡ് കല്ല് ഇപ്പം തന്നെ ഞങ്ങൾക്ക് വേണം, മറ്റത് പിന്നെ ഞങ്ങൾ അടിച്ചിട്ട് കൊടുത്തു. അത്ര മൈന്യൂട്ടായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടാണ് ആ ഭൂമി ഏറ്റെടുത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി അടുത്ത തവണ ഒന്ന് മാറട്ടെ എന്ന് ജനം ചിന്തിച്ചപ്പോൾ UDF വന്നപ്പോൾ മുഴുവൻ സ്റ്റോപ്പാക്കി. വിമാനത്താവളത്തിൻ്റെ ഓഫീസ് പോലും അടച്ചുപൂട്ടി. നിർമ്മാണത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കുന്ന തഹസീൽദാർമാരുടെ ഓഫീസ് ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചുപൂട്ടി, എല്ലാം സ്റ്റോപ്പാക്കി അവർ. എന്നിട്ട് അവരുടെ കാലത്ത് ഇതിൻ്റെ പ്രവർത്തനം നിലക്കുകയും പിന്നീട് ഒരു ചെറിയ ഒരു ഹെലികോപ്റ്റർ മറ്റോ ഇറക്കിയിട്ട് ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ സൈനിക ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ അപഹാസ്യമായിട്ട് മാറി. അത് കഴിഞ്ഞ് 2016 പിണറായി സർക്കാർ വന്നപ്പോഴാണല്ലോ ദ്രുതഗതിയിൽ, ഞാനന്ന് മന്ത്രി ആയതുകൊണ്ട് ഇതിൻ്റെ ചില കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബോർഡിലും ഉണ്ടായിരുന്നു, ഞാൻ ഗവേണിംഗ് ബോർഡിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ആലോചിച്ച് വളരെ പെട്ടെന്ന് നടപടികളെടുത്തു. എനിക്കന്ന് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അകത്തേക്കുള്ള ഉപകരണങ്ങളൊക്കെ ക്രമീകരിക്കാൻ ചാർജുള്ള ഒരു കമ്മിറ്റിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമം പൂർത്തിയാക്കിയിട്ടാണ്, എല്ലാം പൂർത്തിയാക്കി ഭംഗിയായി ഞങ്ങൾ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഡിഫറൻസ് ജനങ്ങൾ കാണണം. UDF വന്നാൽ ആ 5 കൊല്ലക്കാലം ഈ ഫ്ലോ അങ്ങ് നിൽക്കും. ഈ വികസന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, അപ്പോൾ അത് നിർത്തും. അപ്പോൾ അത്രയും കൊല്ലം നമ്മൾ പിറകിലേക്ക് പോകും. അപ്പോൾ ഈ 10 കൊല്ലക്കാലം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ വികസനം, 3-4 മിഷനുകൾ, വലിയ വിഴിഞ്ഞം പോർട്ടടക്കമുള്ള പദ്ധതികൾ, 5000 രൂപ നമ്മൾ മുടക്കിയോണ്ടല്ലേ വിഴിഞ്ഞം പോർട്ട് ഉണ്ടായത്. 5400ഓളം കോടി മുടക്കിയത് കൊണ്ടല്ലേ നാഷണൽ ഹൈവേ ഉണ്ടായത്. അല്ലെങ്കിൽ അവിടെ നിൽക്കില്ലേ, മുടങ്ങിയതായിരുന്നല്ലോ, അതാണ് ഇട്ടേച്ച് പോയതല്ലേ വിഴിഞ്ഞം പോർട്ട്. പിണറായി വീണ്ടും വിളിച്ചു വരുത്തി സംസാരിച്ച് അവരെ കൂടെ നിർത്തി നമ്മുടെ പൈസയും മുടക്കിയിട്ടല്ലേ പോർട്ട് ഉണ്ടാക്കിയത്. ഇന്ന് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ ഇവിടെ വരുന്നു, നങ്കൂരിടുന്നു പറയാൻ നമുക്ക് അഭിമാനമായില്ലേ. അപ്പോൾ എന്തൊക്കെ അന്താരാഷ്ട്ര ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ മന്ത്രിയായപ്പോഴാണ് ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തറക്കല്ലിട്ടത്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് പൂർത്തിയായി. ആയുർവേദ ഗവേഷണം അത് മുഖ്യമന്ത്രിയുടെയും കൂടി ഒരു വലിയ ഐഡിയ ആണ്. ഞങ്ങളത് ഏറ്റെടുത്തു. അതിൻ്റെ 1ാം ഘട്ടമായി ഇപ്പോൾ അവിടെ ലോകത്തുള്ള പല റിസർച്ചർമാരടക്കം ഇവിടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൊളാബറേഷൻ ആയിട്ടുണ്ട്. റിസർച്ച് നടക്കും, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കും. അതിൻ്റെ 2nd ഫേസും കൂടി പൂർത്തിയാകുമ്പോൾ
ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് മാറുകയല്ലേ. അങ്ങനെയുള്ള എന്തെല്ലാം അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നക്കൽ, നമുക്കൊരു സ്ഥാപനം ഉണ്ടാവുകയല്ലേ. ഇവിടെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇൻ്റർനാഷണൽ യോഗ സെൻറ്റർ നമ്മൾ 11 ഏക്കർ സ്ഥലത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മളും അതാണ് ഞാൻ പറഞ്ഞത്, MLA എന്നുള്ള നിലയിൽ നമുക്കൊരു മുൻകൈ ഉണ്ടാവണം. നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടില്ല. ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൽ സമർപ്പിച്ച് ഇടപെട്ട് അത് നിരന്തരമായി ഇവാലുവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് ഇട്ടേച്ച് പോകും പലവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോ മോഷൻ ആയിരിക്കും. നമ്മൾ എല്ലാ മാസവും മീറ്റിംഗ് വിളിച്ച് അവലോകനം ചെയ്യുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ആവുക. നിങ്ങൾക്ക് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു മോഡേൺ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്, ഒരു ബഡ്സ് സ്കൂളായിരുന്നു അത് ഞാൻ MLA എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടാണ്. പിന്നെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് MCRC ആക്കി ഇന്ന് ഒരു വലിയ 3 നില കെട്ടിടം കുട്ടികൾക്ക്. ഇനിയിപ്പോൾ സെൻസറി ഗാർഡൻ അടക്കം വെച്ചുകൊണ്ട് തൃശ്ശൂരിലെ നിപ്മറിനെ അങ്ങനെ ആക്കിയത് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. നിപ്മർ ഒരു ചെറിയ സ്ഥാപനമായിരുന്നു, അതിനെ ഇപ്പം ലോകോത്തര സ്ഥാപനമായിട്ട് മാറിയല്ലോ. അതുപോലെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്വപ്നവും നമ്മുടെ ഒരു ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണം ഓരോ മേഖലയിലും. ഇപ്പോൾ ടൂറിസം മേഖലയിൽ ഞാനിപ്പം ഞാൻ MLA ആയിരിക്കുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ പഴശ്ശി അണക്കെട്ടിൻ്റെ അങ്ങേക്കരയിൽ ഒരു എക്കോ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു ടൂറിസം പദ്ധതി തുടങ്ങി. എക്കോ ടൂറിസം ഫസ്റ്റ് ഫേസ് ഏകദേശമായി, സെക്കൻഡ് ഫേസിലേക്ക് കടന്നു. അതിനേക്കാൾ 100% സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഈ പേരാവൂർ. ഞാൻ പണ്ട് പേരാവൂർ MLA ആയപ്പോഴാണ് പേരാവൂരിൻ്റെ ഇങ്ങേക്കരയിൽ പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗത്ത് പഴശ്ശി അണക്കെട്ടിൻ്റെ അടുത്ത് ഒരു ടൂറിസത്തിൻ്റെ തുടക്കം കുറിച്ചത്. അവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ, കഫറ്റേറിയ ഇതൊക്കെ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ആ ഓപ്പൺ എയർ തിയേറ്ററിലാണ് പല സാംസ്കാരിക പരിപാടികളും നടക്കുന്നത്. പക്ഷേ അവിടുന്ന് തുടങ്ങി ഇരിട്ടി ഭാഗത്തേക്ക് ഇതിനെ കേരളത്തിൻ്റെ ഒരു റെപ്ലിക്ക എന്നുള്ള നിലയിൽ സങ്കല്പിച്ച ഒരു മെഗാ ടൂറിസം പ്രോജക്റ്റ് ഭാവനയിലുണ്ട്. ഭാവനയിൽ മാത്രമല്ല, അന്ന് ആ പ്രോജക്റ്റ് ജനങ്ങളുടെ മുമ്പാകെ വെച്ചു, പത്രങ്ങളിലെല്ലാം വന്നു. പക്ഷെ കണ്ടിന്യൂവേഷൻ ഉണ്ടായില്ല. പിന്നെ UDF വരട്ടെ എന്ന് കരുതി UDF വന്നപ്പോൾ അവരാ പ്രോജക്റ്റ് എടുത്തോ? എന്നാൽ അത് പോട്ടെ, പുതിയതൊന്ന് കൊണ്ടുവന്നു ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് പകുതി ഇവർ ഭരിച്ചു, ഇനി ഇവർ ഭരിക്കട്ടെ, അല്ലെങ്കിൽ 5 വർഷം ഇവർക്ക് 5 വർഷം അവർക്കെന്ന് ചിന്തിക്കരുത്. നമ്മൾ ചെയ്തു വന്നിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. അത് തുടരണം. ഈ ഗവൺമെൻറ് എല്ലാ മേഖലയിലും ശ്രദ്ധിക്കുകയാണ്. ഞാനിപ്പം പറഞ്ഞതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലോ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യം ചെയ്യുന്നത് പോലെ മുഴുവൻ സോഷ്യലിസത്തിലേക്ക് നീക്കാൻ നമുക്ക് അതിന് പരിമിതിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടും ഒരു സോഷ്യലിസ്റ്റ് മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനം ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. ആരും പട്ടിണി കിടക്കരുത്. ഈ സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ബീഹാറിൽ 30% അതിദാരിദ്ര്യം, ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിൽ 0.7%. എന്നിട്ടും നമ്മൾ അസ്വസ്ഥരായി. 0.7% ഇവിടെയുണ്ട്. ആരാണവർ? അത് കണ്ടുപിടിക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ കുടുംബങ്ങൾക്ക് എന്താണ് കുറവ്? ചിലർക്ക് ആഹാരം വാങ്ങാൻ നിവൃത്തിയില്ല, ജോലിയില്ല, അങ്ങനെയുണ്ട്. അവരെ അത് ഉണ്ടാക്കാൻ റേഷൻ കാർഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക്. ചിലർ പണമൊക്കെ ഉണ്ട്, പക്ഷേ 2 പേരെ വീട്ടിലുള്ളൂ, ഭാര്യയും ഭർത്താവും ക്യാൻസറൊക്കെ ബാധിച്ച് കിടക്കുക, ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരാളെ സെർവൻ്റായിട്ട് നിർത്താനുള്ള ഗതിയൊന്നും അവർക്കില്ല. അങ്ങനെയുള്ളവർക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കുടുംബശ്രീ മറ്റും മുഖേന 3 നേരം ആഹാരം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മരിക്കുന്നത് വരെ അവർക്കത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രയും ജീവിതകാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ. ഇതാണ് കേരളം, അതാണ് കേരള മോഡൽ. അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇനി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുസ്ഥിരമായ തൊഴിൽ. വിജ്ഞാന കേരളം പദ്ധതി അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ആ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഈ സുസ്ഥിരത ഉറപ്പുവരുത്തും. ആ ഗവൺമെൻറ്റല്ലേ വരേണ്ടത് ക്ഷേമത്തിൻ്റെ ഭാഗമായിട്ട്. പിന്നെ സ്ത്രീകൾക്ക് ഒരു സ്ത്രീ സുരക്ഷ. വളരെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 1,000 രൂപ അക്കൗണ്ടിൽ മാസം. എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അവർക്ക്, പ്രൈവറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പ്രൈവസി ഉണ്ടല്ലോ, കൈ കാശിൽ എപ്പോഴും ചോദിക്കണം ആരോടെങ്കിലും. വീട്ടിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവരെന്തൊരു ആഹ്ലാദത്തിലാണെന്ന് ആലോചിക്കൂ. 1,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ട 1-2 കാര്യങ്ങൾ മേടിക്കാം. ഇതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നടപടി. അത് നമ്മൾ കുറച്ചും കൂടി വിപുലമാക്കും. മൂന്നാമത് വന്നാൽ അത് കുറച്ചും കൂടി വിപുലമാക്കണം. കാരണം അവർക്ക് 1,000 ഉറുപ്പ്യ എന്നുള്ളത് മാത്രമല്ല, കുറച്ചും കൂടി നമുക്ക് വർദ്ധിപ്പിക്കാനൊക്കെ കഴിയണം. LDF വന്നാലേ പറ്റുള്ളൂ, അതുണ്ട്. പിന്നെ നമ്മൾ ഈ ജോലി തേടുന്ന ചെറുപ്പക്കാർ, അവർക്ക് ആ ഇടവേളയിൽ
ഒരു ചെറിയ ട്രെയിനിങ്ങിനോ മറ്റോ ചേരാൻ. ആ ട്രെയിനിങ്ങുള്ളിടത്തേക്ക് പോകാൻ വണ്ടിക്കൂലി കൊടുക്കാനില്ല, ചെറിയ ഫീസ് അടക്കാനില്ല, 1000 രൂപ അവർക്ക് കൊടുക്കുകയാണ്. കണക്ട് വർക്ക് സ്കോളർഷിപ്പ്. ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ടാണ് LDF ഗവൺമെൻറ് മുന്നോട്ട് വന്നത്. അപ്പോൾ അത് ജനങ്ങൾ കാണുന്നില്ലേ? അത് തുടരണം, അതെല്ലാം തുടരണം. നല്ല രീതിയിൽ ഇവിടുത്തെ നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ഇവിടെ തന്നെ വലിയ സ്കോളർമാർ ഇവിടെ തന്നെ അവരെ ഉപയോഗപ്പെടുത്തണം. പുതിയ സംരംഭങ്ങൾ മറ്റു പല കമ്പനികളുമായി ബന്ധപ്പെടുത്തി അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കുകയാണ്. നല്ലോണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിച്ചാലേ തനത് വരുമാനം ഉണ്ടാകും. അത് ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ മട്ടന്നൂർ ഒരു ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കമ്പനി വന്നിട്ട് 3 ലക്ഷം കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്ലോബൽ ഗോൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് ഒരു പുതിയ പ്രോജക്റ്റാണ്. കാരണം ഇനിയിപ്പോൾ പഴയതുപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ വിനിമയവും ഒക്കെ സ്വർണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വളർന്നു വരുന്നത്. അപ്പോൾ കറൻസി പതുക്കെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഗോൾഡ് യൂണിവേഴ്സിറ്റി അടക്കം അതിലുണ്ടാവുമെന്നാണ് പറയുന്നത്. പുതിയ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലോകത്തിലാദ്യമായിട്ടായിരിക്കും. വളരെ വിപുലമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് 5000 ഏക്കറോളം സ്ഥലം ഭാവിയിൽ വേണം. എന്നാൽ ഇപ്പോൾ 1000 ഏക്കർ സ്ഥലം തുടക്കത്തിന് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും. നമുക്ക് സ്ഥലമുണ്ട്, നമുക്ക് സ്ഥലമുണ്ട്. നമ്മളിപ്പം 5000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്യാൻ ബോധപൂർവം നേരത്തെ എയർപോർട്ടിൻ്റെ അടുത്ത് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ അക്വിസിഷൻ നടപടിയിലാണ്. കയ്യിൽ ഇപ്പോൾ 1000 ഏക്കർ ഏറെ ഭൂമി വന്നു. ബാക്കിയുള്ളത് അക്വിസിഷൻ നടപടി പ്രോസസ്സിലാണ്. അപ്പോൾ അത് പൂർത്തിയാകുമ്പോൾ ആ ഭൂമിയും കൂടി ഗവൺമെൻറ്റിൻ്റെതായിട്ട് വരും. അതുകൊണ്ട് സ്ഥലമില്ലാത്ത വിഷമമൊന്നുമില്ല. സ്ഥലമുണ്ട്, വെള്ളമുണ്ട്, ഊർജ്ജമുണ്ട്. അത് മതിയല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെൻറ് നിങ്ങൾ ഇവിടെ നിൽക്കുക, ഇനി അടുത്ത ടേമിൽ മറ്റവർ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആകെ നശിപ്പിച്ചളിയില്ലേ. ടീച്ചർ ഒരു പ്രാവശ്യം കൂടി താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.